ഇവിടെ ടാങ്കിൽ നോക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. പക്ഷേ ഇതണ്ട, പക്ഷെ പൊക്കി വെക്കുമ്പം ഈ രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം. ഏതായാലും ഈ ഹാൻഡിലിൻ്റെ അകത്തോട്ടായിട്ടാണ് വരുന്നത് രണ്ടും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൽ സിൽവർ അടിക്കുന്നില്ല. സിൽവറിന് പകരം വൈറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് റെഡ് അടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ റെഡ് ചെറുതായിട്ടൊന്ന് അടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് കോട്ട് വന്നാൽ ഈ റെഡ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പം ഒരുമാതിരി ഡാർക്കായി. കാരണം ഈ ബ്രൗൺ ആയതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് റെഡ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് വൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് സെറ്റാക്കി കിട്ടും. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇവിടെ ഇരുന്ന പെയിൻറ്റാണ്, വീട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്. എന്തായാലും സാധനമുണ്ട്, നമുക്ക് അടിച്ചു നോക്കാം. ഗൈസ്, വൈറ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് റെഡ് കോട്ടാണ്. പക്ഷേ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് റെഡ് കോട്ട് അടിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡ് പെയിൻറ്റ് ചെയ്യാൻ പോയാണ്. അതും കോസ്മോസിന് തന്നെയാണ്. മാസ്ക് വെച്ച് അടിച്ചോണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രാഷ് കാർഡ് ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് ചെറിയ ടച്ചപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി പുറത്ത് അവിടെ ആയിട്ട് ഏതെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും സ്ക്രാച്ച് ആവും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പേപ്പറൊക്കെ വെച്ച് മറച്ചതിന് ശേഷം ബാക്കി പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഫുള്ളി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വയ്ക്കുമ്പം എന്തെങ്കിലും സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അവസരം പണിയാണ്. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വയറിനെ നമ്മൾ ഇതുവഴി എടുക്കണം, അല്ലെങ്കിൽ തട്ടി ഇതായിപ്പോവും. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അലങ്കി ബോൾട്ട് എടുക്കണം. ബോൾട്ട് ഇവിടെ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റിടത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഏകദേശം അവിടെ ഓക്കെ. ഇനി ഇവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ടുകളാണ്. ഇത് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കിയാണ്, നീളം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരിക്കും ഫൈനൽ ലുക്ക്. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ക്രാഷ് കാർഡ് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് വരുന്നത്. പിന്നെ നമുക്ക് റൈഡർ സീറ്റിൽ നോക്കുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ടാങ്കിൽ നോക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല, പക്ഷേ ഇതണ്ട. പക്ഷെ പൊക്കി വെക്കുമ്പം ഈ രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം. ഏതായാലും ഈ ഹാൻഡിലിൻ്റെ അകത്തോട്ടായിട്ടാണ് വരുന്നത്. രണ്ടും ഇതിൻ്റെ ഹാൻഡിലിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ വിഷയം വരില്ല. പക്ഷേ നമുക്ക് ഗ്യാപ്പ് അടിക്കാനുള്ളത് കുറയും. കാരണം നമുക്ക് ഈ ഹാൻഡിൽ കുടഞ്ഞു കഴിഞ്ഞാൽ ചില ഗ്യാപ്പുകളൊക്കെ കയറി പോകാൻ പറ്റും. അത് ഈ ക്രാഷ് കാർഡ് ചെയ്യുന്നതുകൊണ്ട് പറ്റൂല. ഇനി ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഓക്കെയാണ്, എനിക്ക് വേറെ സീനൊന്നുമില്ല. എനിക്ക് കാല് തട്ടുന്നില്ല. പക്ഷേ മറ്റവന് തട്ടി എന്നാണ് പറഞ്ഞത്. ഈ സൈഡ് ചെറിയതായിട്ട് തട്ടുന്നുണ്ട്. വേറെ സീനൊന്നുമില്ല, അങ്ങനെ വലിയ സീനായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. അത്യാവശ്യം ഇതൊരു ഗുമ്മാണ് സാധനം. കണ്ടോ, നമുക്ക് കാല് വെച്ച് ഗിയർ മാറാനൊക്കെ പറ്റും. അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ബ്രേക്കിങ് ചെയ്യാൻ പറ്റും, അതിനും വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, കണ്ടോ, ഇതാണ് ആ ബാക്കിൽ നോക്കുമ്പോഴുള്ള വ്യൂ. സൈഡ് വൈസ് നൈസാണ്, വേറെ ഒന്നും പറയില്ല. അടിപൊളിയായിട്ടുണ്ട്. അടിയിലും ഈ ഒരു സപ്പോർട്ട് വരണോണ്ട് തന്നെ ഇപ്പം ഇത് വീഴുന്നാലും നമുക്ക് ക്രാക്ക് ആകത്തില്ല. കാരണം ഇത് പൊട്ടിപ്പോകത്തില്ല. ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ വെച്ച് ഒരു പൈപ്പ് പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും കൂടെ ജോയിൻ്റാണ് ആവുന്നത്. പക്ഷേ മറ്റിടത്ത് സാധാരണ ക്രാഷ് കാർഡാണെങ്കിൽ ഒരു വീഴുമ്പോൾ തന്നെ അത് ബെൻഡ് ചെയ്ത് അകത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഹാൻഡിലും എല്ലാം ബെൻഡാവും, സൈഡ് സ്കിറ്റെല്ലാം സ്ക്രാച്ച് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിലെ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ സീന് വരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് പൊട്ടുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേതിനെക്കാട്ടിയും കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ നിന്ന് സപ്പോർട്ടുണ്ട്, അടിയിൽ നിന്ന് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഫൈനൽ പാർട്ടായിരുന്നു. നേരത്തെ ഫസ്റ്റ് പാർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.